ഹായ് ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ യു എയിലേക്ക് വരുന്നതിന്റെ തലേ ദിവസം എന്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗാണ്. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ. എന്നാലും ഞാൻ എന്നിട്ട് മെമ്മറിക്ക് എടുത്തു വെച്ചതാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്ന് പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ, നല്ല മഴയൊക്കെ ആയിരുന്നു. എനിക്കിഷ്ടമാണ് മഴയുള്ള സമയങ്ങളിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. എപ്പോൾ മഴയുണ്ടെങ്കിലും ഞാനും അനിയത്തിയും അച്ഛനും അമ്മയൊക്കെ അധികവും സിറ്റ് ഔട്ടിൽ തന്നെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ എന്നുള്ള ചിന്തയൊന്നുമില്ല. അമ്മ എപ്പോ റെഡിയാക്കിയിട്ട് കൊണ്ടുവരും എന്നൊരു ഉറപ്പായിരുന്നു. അങ്ങനെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. ഇന്ന് ദോശയും പൊട്ടറ്റോ സ്റ്റൂ ആയിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പുറത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അമ്മ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് പക്ഷേ ഒട്ടും താല്പര്യമില്ലായിരുന്നു അമ്മ പുറത്തേക്ക് പോകുന്നതില്. പക്ഷെ എന്തോ അർജന്റായിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്റെയും അനിയത്തിയുടെയും മെയിൻ ആയിട്ടുള്ള ഒരു പണിയായിരുന്നു അമ്മ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മേനെ അണിയിച്ചൊരുക്കി പറഞ്ഞയക്കുക എന്നുള്ളത്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അമ്മയ്ക്ക് പൊട്ട് വെക്കുക, അമ്മയുടെ കമ്മല് ഡ്രസ്സിനനുസരിച്ച് മാറ്റിയിട്ട് കൊടുക്കുക, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങള് ഞങ്ങൾ ചെറുതില് മുതലേ ചെയ്തു വരുന്നതാണ്. പിന്നെ കുറച്ചു നേരം അമ്മേന്റെ അടുത്ത് പതിയെ ഇരുന്നിട്ട് ചുമ്മാ വെറുതെ ഇരുന്ന് സമയം കളയായിരുന്നു. പിന്നെ അപ്പത്തേനും അച്ഛനും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛനും റൂമിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും എന്റെ അനിയത്തിക്കും ഒരു ഓർമ്മ വെച്ച നാള് മുതല് അമ്മ ഇടുന്ന ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കമ്മല് അല്ലെങ്കിൽ പൊട്ട് ഇതൊക്കെ വാങ്ങിക്കുക, എന്നിട്ട് അമ്മേനെ അരിയിച്ചൊരുക്കി പറഞ്ഞു വിടുക. ഇത് ഞങ്ങളുടെ ഒരു മെയിൻ ഹോബിയായിരുന്നു കേട്ടോ. കുറെ നാളെന്നല്ല, ഇപ്പോഴും ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അച്ഛൻ റൂമിലേക്ക് വന്നപ്പോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കിഷ്ടമാണ് എപ്പോഴും ഞാൻ വീട്ടിൽ വരുമ്പോ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ ഫോട്ടോ ഞാനിങ്ങനെ എടുത്തു വെക്കും കേട്ടോ. കുറച്ചു നാൾ കഴിയുമ്പോ ഇന്ന ദിവസം നമ്മൾ എടുത്ത ഫോട്ടോ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കാലോ. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു, പക്ഷെ മഴ ഇടയ്ക്കൊന്ന് നിന്നായിരുന്നു കേട്ടോ. എന്റെ വീടിന്റെ ഫ്രണ്ടില് ഇങ്ങനെ വയലും പാടവും മലയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. വീടിന്റെ രണ്ട് സൈഡിലും ചെറിയ മലയുണ്ട്, പിന്നെ മുമ്പിലായിട്ട് വയലും ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്ത് അച്ഛനിപ്പം വാഴയൊക്കെ വെച്ചിട്ടുണ്ടേ. മഴയൊക്കെ പെയ്ത് കുറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. കാടല്ല, ആക്ച്വലി പുല്ല് പിടിച്ച് കിടക്കുകയാണ്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറെ കറങ്ങി നടന്നപ്പോ എനിക്ക് പരിചയത്തിലുള്ള 1-2 പേരൊക്കെ റോട്ടിലൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ഈ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഫുൾ ഗ്രീനറി ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. എനിക്ക് എന്റെ വീടിന്റെ മുമ്പിൽ കൂടെയുള്ള ഈ ഒരു റോഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികവും സ്കൂളിലേക്കൊക്കെ ഈ വഴി നടന്നിട്ടായിരുന്നു പോവാറ്. അന്നൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നു പോവുമായിരുന്നു. കുറെ നേരം അവിടെ ഇരുന്ന് തിരിഞ്ഞു കളിച്ചു കേട്ടോ. കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കിളികളുടെയും കുയിലിന്റെയും ഒക്കെ സൗണ്ടൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാവില്ലേ പക്ഷികളുടെ ഒക്കെ, അതൊക്കെ കേട്ടിരിക്കാൻ. പിന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് അധികം വീടുകളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വിശാലമായ പറമ്പാണ്. കുറച്ച് ദൂരത്തിലായിട്ടാണ് ഞങ്ങൾക്ക് അയൽവാസികളൊക്കെ ഉള്ളത്. ഈ വീടിന്റെ ബാക്കിലായിട്ട് കുറച്ച് മുകളിലായിട്ട് ഒരു വീടുണ്ട്. പിന്നെ വീടിന്റെ ഫ്രണ്ടില് പുതുതായിട്ടൊരു വീട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലും കൂടെ ഒരു വീടുണ്ട് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അവരും അത്ര അടുത്തൊന്നുമല്ല, കുറെ പറമ്പുകൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരുടെ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതിലെയൊക്കെ നിൽക്കാൻ കുറച്ചൊരു പേടിയായിരുന്നു, ഒറ്റയ്ക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്, അടുത്തൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ പിന്നെ ഞങ്ങള് അതിനോടങ്ങ് പൊരുത്തപ്പെട്ടു വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീടിന്റെ അടുത്തൊന്നും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഷെൽഫൊക്കെ ഇങ്ങനെ ചുമ്മാ പരതി നോക്കിയപ്പോ അമ്മയുടെ വെഡ്ഡിങ് സാരി കിട്ടിയേ. ഈ സാരിക്ക് എനിക്ക് തോന്നുന്നു ഒരു 31 വർഷത്തോളം പഴക്കം ഉണ്ടാവുമായിരിക്കും കേട്ടോ, എന്റെ കണക്ക് ശരിയാണെങ്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേന്റെ ഈ സാരി. നല്ല ബ്രൗൺ കളറില് പോട്ട്കാ ഡോട്ട് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ നല്ലൊരു മെറ്റീരിയൽ ആണ്, പട്ട് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ നല്ല വെയിറ്റിലും വരുന്ന ഒരു സാരിയാണ്. ഇതിന്റെ ബോർഡർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
മുമ്പൊരു വട്ടം ഞാൻ ഈ സാരി ഉടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം എനിക്കൊന്ന് ഉടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വരുമ്പം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലെത്തിയിട്ട് അമ്മയുടെ വെഡ്ഡിങ് സാരിയിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന്. പക്ഷെ എന്തോ മടി കാരണം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സാരിയൊക്കെ എടുത്ത് ഒന്ന് പുറത്തിറങ്ങി അതിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. മുമ്പ് സാരി ഇട്ടപ്പോ എനിക്കന്ന് ബ്ലൗസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോ ഈ സമയത്ത് ബ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മടി കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇട്ടിട്ട് വരാന്ന്. അതും പിന്നെ വേറെ എന്തൊക്കെയോ തിരക്കിലായിട്ട് എനിക്ക് അതും പറ്റിയില്ല കേട്ടോ. സാരി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരുപാട് വർഷം പഴക്കമുള്ളതാണെങ്കിലും ക്വാളിറ്റി അടിപൊളിയാണ്. ഇത്രയും നാളായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ചെറിയൊരു സ്റ്റെയിൻ ഒക്കെ വന്നിട്ടുണ്ട്. അതിനി ഒന്ന് ഡ്രൈ വാഷിന് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഉടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനത് നമ്മള് ട്രൈ ചെയ്ത് നോക്കില്ലേ, അതേപോലെ ഒന്ന് വെച്ചൊക്കെ നോക്കി സമാധാനിച്ചു. ഇനിയിപ്പോ അടുത്ത വട്ടം പോകുമ്പോ ഇതൊന്ന് ഉടുത്തു നോക്കണം. ബ്ലൗസൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ അമ്മയുടെ കല്യാണ സമയത്ത് അമ്മയും എന്നെ പോലെ ഭയങ്കര തിന്നായിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കുറച്ച് വണ്ണമൊക്കെ വെച്ചത്. ഞാനും അതേപോലെ തന്നെ ഇപ്പോഴാണ് കുറച്ചൊരു വണ്ണം വെച്ചത് കേട്ടോ. വണ്ണം വെച്ചു എന്നൊന്നും പറയാനില്ല. അപ്പത്തേനും ലഞ്ച് കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അമ്മയെല്ലാം വീട്ടിൽ കുക്ക് ചെയ്ത് വെച്ച് പോയോണ്ട് ജസ്റ്റ് എടുത്ത് വെച്ച് ഒന്ന് കഴിക്കേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലഞ്ചൊക്കെ കഴിക്കുമ്പോഴത്തേനും പുറത്ത് നല്ല മഴ തുടങ്ങി കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. കഴിഞ്ഞ വർഷം വെക്കേഷൻ വന്നപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തതായിരുന്നു, ഈ വർഷം പോകുമ്പോൾ നമുക്ക് നല്ല മഴയുള്ള സമയത്ത് പോവാം. അപ്പോൾ വീട്ടിലിരുന്ന് മഴയൊക്കെ എൻജോയ് ചെയ്യാമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ മഴയുള്ള സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടില് അച്ഛനും അമ്മമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോകുന്നോണ്ട് എന്റെ കൂടെ കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അവര് വന്നതായിരുന്നു. അച്ഛനും അമ്മമ്മയൊന്നും അധികം വീട് വിട്ട് നിൽക്കാത്ത ആളുകളാണ് കേട്ടോ. ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഇതെന്റെ അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയാണേ. അമ്മയുടെ വീട് എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ്. പക്ഷെ വീട്ടിലേക്ക് വരലൊക്കെ കുറവാണ് കേട്ടോ അച്ഛനും അമ്മമ്മയും. പക്ഷെ ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നോണ്ട് രസമായിരുന്നു. എനിക്കിഷ്ടമാണ് ഇവരൊക്കെ കൂടെ ഉണ്ടാവുന്നത്. അങ്ങനെ അച്ഛനിപ്പോ ഫുൾ ഫോണിലാണ് കേട്ടോ. ആൾക്ക് ഒറ്റയ്ക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതില് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇപ്പൊ എല്ലാം ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ അച്ഛൻ എടുത്തിട്ട് തുറന്നു നോക്കി കേട്ടോ. അത് ബെഡ്ഷീറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്ത് പിന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു കാര്യമാണ് പത്രം വായിക്കുക എന്നുള്ളത്. രാവിലെ ഒരു വട്ടം വായിച്ചിട്ട് മാറ്റി വെച്ചതാണേ. പിന്നെ വീണ്ടും വായിക്കാൻ ബാക്കി വെച്ചിരുന്ന കുറച്ച് എന്തൊക്കെയോ വായിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങള് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് മെല്ലെ പുറത്തേക്ക് എഴുന്നേറ്റ് വന്നു. എല്ലാരും ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തേനും മഴയൊക്കെ ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, അച്ഛൻ എപ്പോഴും വീട്ടിൽ വരുമ്പോ അച്ഛന് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും പുതുതായിട്ട് മാവോ പ്ലാവോ അങ്ങനെ എന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടായോ, അതിൽ കായ ഉണ്ടായോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. എപ്പോഴും വന്നാല് പുറത്തിറങ്ങിയിട്ട് നോക്കും. എന്റെ വീടിന്റെ മുറ്റത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞങ്ങളൊരു ചിക്കു മരം വെച്ചിട്ടുണ്ടായിരുന്നേ. ചിക്കു നമ്മുടെ സപ്പോർട്ടയില്ലേ, ആ മരത്തില് ഇപ്പൊ നിറയെ കായ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അമ്മ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതില് നിറയെ ചിക്കു ഉണ്ടായിട്ട് അവര് ഒടിച്ചു വെച്ചിട്ട് അത് പഴുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ തവണ വന്നപ്പോ അത് പാകമായിട്ടുണ്ടായില്ല. ചെറുതായിട്ട് ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിഞ്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പറിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറെ പുതുതായിട്ട് ഇട്ട് വന്ന ചെറിയ ചെറിയ കായ്കളൊക്കെ അച്ചാച്ചനെയും അമ്മാമ്മനെയും കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഞാൻ ഈ ചെടി കാണുമ്പോൾ ഭയങ്കര ചെറുതായിരുന്നു. പിന്നെ ഒരു വർഷം കൊണ്ട് ഇത് പെട്ടെന്ന് വലുതായി കേട്ടോ. അങ്ങനെ അച്ഛനും ഇൻട്രസ്റ്റ് ഉള്ള മേഖലയായതുകൊണ്ട് പുള്ളിക്കാരനും പുറത്തിറങ്ങി വന്നിട്ട് എല്ലാം നോക്കി വെക്കുമായിരുന്നു. പിന്നെ പുഴു വരുന്നുണ്ട്, അന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛനും പുറത്തെവിടെയോ പോയിട്ട് അപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറയായിരുന്നു അച്ഛനോട്, കഴിഞ്ഞ ദിവസം നല്ല കാറ്റും മഴയത്ത് വീട്ടിന്റെ ഫ്രണ്ടില് ഒരു വലിയ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങക്ക് നിറയെ മാമ്പഴം ഉണ്ടാവുന്ന മാവ്. അത് കാറ്റിലിങ്ങനെ മറിഞ്ഞു വീണു, അത് കട്ട് ചെയ്തു എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് പറയുമായിരുന്നു.
രണ്ടാക്കും പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആയതുകൊണ്ട് ഞാനും അതവിടെ ഇങ്ങനെ കേട്ടു നിന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വയലിലേക്ക് ഇറങ്ങി. വീടിന്റെ ഫ്രണ്ടില് രസാണ്. ഈവനിങ് ആയാല് നിറയെ തത്തകൾ വരും. ഭയങ്കര സൗണ്ട് ആണ് കേട്ടോ, പക്ഷെ രസമുള്ള സൗണ്ടാണ്. നല്ല സൗണ്ടിൽ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കി പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ തെങ്ങിന്റെ മേലെ നിറയെ തത്തകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വൈകുന്നേരം ആകുമ്പം ആ ഒരു സൗണ്ട് മാത്രമല്ല, എല്ലാ കിളികളും ഇങ്ങനെ തിരിച്ച് പറന്നു പോകുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ രസമാണ് കേട്ടോ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നൊക്കെ കറങ്ങി അടിച്ച് നടന്ന് വീട്ടിലായിരിക്കുമ്പോൾ കുറേ സമയമുള്ള പോലെയാണ്. യുഎയിലായിരിക്കുമ്പോൾ സത്യം പറഞ്ഞാല് ഒന്നിനും സമയം കിട്ടാത്ത പോലെയാണ് കേട്ടോ. വീട്ടിലായിരിക്കുമ്പോൾ എന്താ പറയാ, കുറേ കാര്യങ്ങൾ ചെയ്താലും സമയം ബാക്കിയായിരിക്കും. പിന്നെ ഈവനിങ് ആയപ്പോ ചായ കുടിക്കാനുള്ള ആഗ്രഹവും പഴംപൊരി കഴിക്കാനുള്ള ആഗ്രഹവും വന്നു. അമ്മേന്റെ അടുത്ത് പഴംപൊരി വേണമെന്ന് പറഞ്ഞപ്പോ അമ്മ നല്ല ചൂടുള്ള പഴംപൊരിയും അതിന്റെ കൂടെ കട്ടൻ ചായയൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. വീട്ടിലായിരിക്കുമ്പോ ഇതൊരു ശീലാണ്. പിന്നെ ഇന്ന് വീട്ടില് മാമന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അമ്മ ഗീ റൈസും നല്ല ചിക്കൻ കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗീ റൈസ് ഞാനായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സംസാരിക്കുമ്പോഴത്തേനും ആ ദിവസം അങ്ങനെ തീർന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞാൻ അർജുന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണേ. ഞങ്ങൾ അവിടുന്നാണ് യുഎയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാല് ഡ്രസ്സ് മാറ്റാനുള്ള മടി കൊണ്ട് ഞാൻ വീട്ടിലിട്ട ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാറിൽ കയറിയിരുന്ന് ഒരു 1.5 മണിക്കൂർ പോവാനേ ഉള്ളൂ. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനി മാറ്റാനൊന്നും വയ്യാന്ന്. സത്യം പറഞ്ഞാല് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. അതെപ്പോഴും എനിക്ക് അങ്ങനെയാണ്. ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴായാലും എനിക്ക് ഭയങ്കര വിഷമാണ് എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് ഈ ഇറങ്ങുന്ന ഈ ഒരു മൊമെന്റ്. പിന്നെ ഇനി അടുത്ത വർഷം വരാലോ എന്നുള്ളൊരു സമാധാനത്തില് എല്ലാരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങള് പതിയെ ഇറങ്ങി കേട്ടോ. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.